Hi friends, welcome back to English 9 Academy. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇഡിയം? എന്താണ് ഇഡിയം അല്ലെങ്കിൽ ഇഡിയംസ്? എന്താണ് ഇഡിയംസ്? ഇഡിയംസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥമുള്ള പ്രത്യേക വേർഡ്സുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുക. ഒന്നുകൂടി, വ്യത്യസ്ത അർത്ഥമുള്ള പ്രത്യേക വേർഡ്സുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, ഇഡിയംസ് എന്ന് പറയുക. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാര രീതിയിൽ അല്ലെങ്കിൽ സംസാരത്തിൽ ഇതുപോലെയുള്ള ഇഡിയംസിനെ കൊണ്ടുവന്നാൽ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലെവൽ തന്നെ മാറും. അപ്പോൾ വൺ ബൈ വൺ നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള 10 ഇഡിയംസുകളാണ്. എത്രയാണ്? 10 എണ്ണം. അപ്പോൾ വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അണ്ടർ ദി വെദർ. എന്താണ് അണ്ടർ ദ വെദർ? അണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ. വെദർ എന്ന് പറഞ്ഞാലോ കാലാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ അടിയിൽ. കാലാവസ്ഥ അടിയിലോ? ഇതിൻ്റെ അർത്ഥം വേറെയാണ്. വേർഡ്സുകളുടെ മീനിങ് ഇങ്ങനെയാണെങ്കിലും പക്ഷേ ഇത് ഒരുമിച്ച് വരുമ്പോൾ ഇതിനൊരു വ്യത്യസ്ത അർത്ഥമുണ്ട്. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലെങ്കിൽ സിക്ക് എന്ന് വെച്ചാൽ അസുഖം എന്നാണ്. ഐ ആം ഇൽ എന്നല്ലേ? ഐ ആം സിക്ക് എന്നാണ് അസുഖം. അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ, ഐ ആം അണ്ടർ ദ വെദർ. ഐ ആം അണ്ടർ ദ വെദർ. എനിക്ക് സുഖമില്ല. ഷീ ഈസ് അണ്ടർ ദ വെദർ. ഹി ഈസ് അണ്ടർ ദ വെദർ. യു ആർ അണ്ടർ ദ വെദർ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ലീവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ എഴുതാറില്ലേ? ഐ കനോട്ട് കം ടു സ്കൂൾ ടുഡേ അല്ലെങ്കിൽ ഐ കനോട്ട് കം ടു ഓഫീസ് ടുഡേ ബിക്കോസ് ഐ ആം നോട്ട് വെൽ, ഐ ആം നോട്ട് സിക്ക് അല്ലേ? അതിന് പകരം ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു ഇഡിയം ചേർക്കാം. ഇങ്ങനെ, ഐ ആം നോട്ട് in the position, I am not in the position to come to the school today. കാരണത്തിൽ നമുക്ക് ആസും ചേർക്കാം, ബിക്കോസും ചേർക്കാം, ആസും ചേർക്കാം. ആസ് I am under the weather. I am under the weather. ഓക്കെ. ആപ്ലിക്കേഷനിൽ ലീവ് ലെറ്ററിൽ ഇതുപോലൊരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു അഡ്വാൻസ് ലെവലായി അല്ലേ? അഡ്വാൻസ്. ഐ ആം നോട്ട് ഇൻ ദ പൊസിഷൻ ടു കം ടു സ്കൂൾ ടുഡേ ആസ് ഐ ആം അണ്ടർ ദ വെദർ. ആസ് ഐ ആം അണ്ടർ ദ വെദർ. അപ്പോൾ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ്. അസുഖം, ഇൽ. ക്ലിയർ? ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? The second one is a piece of cake. A piece of cake. A piece of cake എന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക്, എളുപ്പമുള്ള കാര്യം. എളുപ്പമുള്ള കാര്യത്തിനാണ് നമ്മൾ എന്താ പറയുക? എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ഈസി ടാസ്ക് നമ്മൾ പറയാം എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക്. എക്സാമ്പിൾ ദിസ് ഗെയിം ഈസ് എ പീസ് ഓഫ് കേക്ക്. ദിസ് ഗെയിം ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. ഈ ഒരു ഗെയിം, ഈ ഒരു കളി എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് വളരെ ഈസി ടാസ്ക് ആണ്, വളരെ സിമ്പിളാണ്. എ പീസ് ഓഫ് കേക്ക്. ദിസ് ഗെയിം ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. ഇനി മൂന്നാം നോക്കാം. അറൗണ്ട് ദ കോർണർ. അറൗണ്ട് ദ കോർണർ. അറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ നിയർ, അടുത്ത് എന്നർത്ഥം. അടുത്ത്, അറൗണ്ട് ദ കോർണർ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വെർ ഈസ് യുവർ ഹൗസ്? നിങ്ങളുടെ വീട് എവിടെ? അപ്പം നിങ്ങൾ പറയുകയാണ്, എൻ്റെ വീട് അടുത്താണ്. മൈ ഹൗസ് ഈസ് around the corner. My house is around the corner. Exams are around the corner. Exams are around the corner. പരീക്ഷ എന്തായി? എടുത്താണ് അല്ലെങ്കിൽ എടുത്തെത്തി എന്നർത്ഥം. ഓക്കെ, പരീക്ഷ എടുത്തെത്തി. Exams are around the corner. ഇനി നാലാമതാണ് once in a blue moon. എന്താണ് once in a blue moon? Once in a blue moon എന്ന് പറഞ്ഞാൽ റയർ എന്നർത്ഥം. റയർ, അപൂർവം. അപൂർവം. ഫോർ എക്സാമ്പിൾ we go to that hotel. ഞങ്ങൾ ആ ഹോട്ടലിൽ പോകാറുണ്ട്. ഇങ്ങനെ once in a blue moon. ഞങ്ങൾ ആ ഹോട്ടലിൽ അപൂർവമായിട്ട് പോകാറുണ്ട് എന്ന് വെച്ചാൽ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം. കാരണം ആ ഹോട്ടൽ എന്തായിരിക്കും? വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും.
അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ അപൂർവം എന്നർത്ഥം, അപൂർവം. ഐ ഗോ ടു പ്ലേ ക്രിക്കറ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഐ ഗോ ടു ദാറ്റ് ഹോട്ടൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഐ സ്മോക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഞാൻ പുകവലിക്കാറുണ്ട് ഇങ്ങനെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അപൂർവമായിട്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇനി അഞ്ചാമതാണ് കിക്ക് ദ ബക്കറ്റ്. എന്താണ് കിക്ക് ദ ബക്കറ്റ്? കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ എന്നർത്ഥം, ഡൈ, മരണപ്പെടുക എന്നർത്ഥം, മരണപ്പെടുക. ഫോർ എക്സാമ്പിൾ ദ ഓൾഡ് മാൻ കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ. ഇവിടെ കിക്ക്ഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിക്ക്ഡ് സെക്കൻഡ് ഫോം, പാസ്റ്റ് ഫോം. ഓക്കെ, ദ ഓൾഡ് മാൻ കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ ആ വയസ്സായ വ്യക്തി മരണപ്പെട്ടു എന്നർത്ഥം. ക്ലിയർ? ദ ഓൾഡ് മാൻ കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ. ഇനിയാണ് സിക്സ്ത്. ഒരു സിക്സ്ത് വൺ. ദ സിക്സ്ത് വൺ ഈസ് വൈറ്റ് എലിഫന്റ്. ഇത് വളരെ ഇൻട്രസ്റ്റ് ആണ്. വൈറ്റ് എലിഫന്റ്, വൈറ്റ് എലിഫന്റ് അല്ലേ? ഇതിന്റെ മലയാളം നോക്കുകയാണ്, കറക്റ്റ് മലയാളം നോക്കുക എങ്ങനെ വരാം? വൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ള, എലിഫന്റ് എന്ന് പറഞ്ഞാണ് ആന, വെള്ള ആന അല്ലേ? വെള്ള ആന. എന്താ അർത്ഥം? വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എന്നാണ്. എക്സ്പെൻസീവ്, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അമിത വിലയുള്ള, വളരെ ചിലവേറിയ, അമിത വിലയുള്ള, എക്സ്പെൻസീവ്. എക്സാമ്പിൾ നോക്കാം. ദിസ് കാർ ഈസ് എ വൈറ്റ് എലിഫന്റ്. ദിസ് കാർ ഈസ് എ വൈറ്റ് എലിഫന്റ് എന്ന് വെച്ചാൽ ഈ ഒരു കാർ ഭയങ്കര എന്താണ്? എക്സ്പെൻസീവ് എന്നർത്ഥം. വളരെ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് കൂടിയ, ചിലവ് കൂടിയ ഒരു കാറാണ് എക്സ്പെൻസീവ്. ക്ലിയർ? ഓക്കെ. We can say your shirt is white elephant. Your shoe is white elephant. Okay, expensive. In the seventh one, it's very interesting. On top of the world. On top of the world. Okay. ഇങ്ങനെയുള്ള ഇഡിയംസ് ഒക്കെ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ സംസാരത്തിന്റെ, നമ്മുടെ ഭാഷയുടെ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ലെവൽ മാറും. ക്ലിയർ? ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി. എന്താണ്? എക്സ്ട്രീംലി ഹാപ്പി, വളരെ സന്തോഷം, വളരെ സന്തോഷം. എക്സാമ്പിൾ ഐ ആം ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് നൗ. അല്ലെങ്കിൽ പറയാം ഷീ ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ടുഡേ. ഇന്ന് അവൾ വളരെ സന്തോഷമാണ്. ഐ ആം ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് നൗ. ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷവനാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, ദിസ് ഇസ് സെവൻത് വൺ. ഇനി നമ്മൾ നോക്കാം എയ്ത്ത് വൺ. എന്താണ് എയ്ത്ത് വൺ? എയ്ത്ത് വൺ ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ? ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നർത്ഥം. ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ, അസാധ്യമായ, എന്താണ്? അസാധ്യമായ, ഇമ്പോസിബിൾ. എക്സാമ്പിൾ പ്ലേയിങ് ക്രിക്കറ്റ് നൗ. ഇപ്പോൾ കളിക്കുക എന്നുള്ളത് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് ഐ ആം വെരി ബിസി. ബിക്കോസ് ഐ ആം വെരി ബിസി. ഓക്കെ, പ്ലേയിങ് ക്രിക്കറ്റ് നൗ അല്ലെങ്കിൽ പ്ലേയിങ് ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് എന്താണ്? ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോസിബിൾ ആണ്. അതിന് കാരണം ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്, ഐ ആം വെരി ബിസി, ഐ ആം വെരി ബിസി. പോരല്ലേ? രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് എന്താണ്? ഇമ്പോസിബിൾ ആണ്. ഗെറ്റിംഗ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്. ഗെറ്റിംഗ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്, നേരത്തെ എണീക്കുക എന്നുള്ളത് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഫോർ മീ. എനിക്ക് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇമ്പോസിബിൾ ആണ്. അല്ലേ? ഇനി ഒമ്പതാമതാണ് ഔട്ട് ഓഫ് ഓർഡർ. ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ നോട്ട് വർക്കിംഗ്. വർക്കിംഗ് അല്ല, കേടുവന്നു, വർക്കിംഗ് അല്ല, പ്രവർത്തിക്കുന്നില്ല. എന്താണ്? പ്രവർത്തിക്കുന്നില്ല. ഔട്ട് ഓഫ് ഓർഡർ പറയാണ്. ദ ഫാൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. ഈ ഫാൻ എന്താണ്? വർക്ക് ചെയ്യണില്ല, കേടുവന്നു. ദ ഫാൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. അല്ലെങ്കിൽ ദ വാഷിംഗ് മെഷീൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. വാഷിംഗ് മെഷീൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. അല്ലെങ്കിൽ ദ പ്രിന്റർ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നതാണ്. ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ കേടുവന്നു അല്ലെങ്കിൽ നോട്ട് വർക്കിംഗ് ആണ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഇഡിയംസുകളാണ്. ഓക്കെ, നിങ്ങളുടെ സംസാര രീതിയിൽ ഇതൊക്കെ കൊണ്ടുവരണം. ക്ലിയർ? ഇൻ ദ ലാസ്റ്റ് വൺ ഈസ് ബ്രേക്ക് എ ലെഗ്. എന്താണ്? ബ്രേക്ക് എ ലെഗ്. ഇതൊന്നും കൂടി ഇൻട്രസ്റ്റ് കൂടിയാണ്. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നതാണ് ഗുഡ് ലക്ക് ആണ്. ഗുഡ് ലക്ക്, നല്ലത് വരട്ടെ എന്നാണ്. നല്ലത് വരട്ടെ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഓഹോ, യു ആർ ഗോയിങ് ടു ഗിവ് എക്സാം. യു ആർ ഗോയിങ് ടു ഗിവ് ദി എക്സാം. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഗുഡ് ലക്ക്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫോർവേഡ്. എന്താണ്? നമ്മുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഫോർവേഡ് എന്നർത്ഥം.
സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, ബ്രേക്ക് എ ലെഗ് ആണ് ബ്രേക്ക് എ ലെഗ്. സോ മൈ ഫ്രണ്ട്സ്, ഈ ഒരു 10 ഇഡിയംസ് നിങ്ങൾ എഴുതി നോട്ട്സ് തയ്യാറാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സംസാരത്തിൽ കൊണ്ടുവരാം, മാക്സിമം ട്രൈ ചെയ്യുക, സംസാരത്തിൽ കൊണ്ടുവരാം. ഓട്ടോമാറ്റിക്കലി യു വിൽ ലേൺ ദീസ് 10 idioms. So my dear friends, practice, practice and practice.